ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം അറിയുന്നവർ ആരുമില്ല. എന്നാൽ എനിക്ക് എല്ലാം അറിയാം എന്ന് നടിച്ചു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് നാക്കുപിഴ എന്ന് പറയുന്ന ഒരു സംഭവം. അവർ പറയുന്ന ചില കാര്യങ്ങൾ എല്ലാം അറിയാമെന്നുള്ള വെൽ കോൺഫിഡൻറ്റോട് കൂടെ അവർ സംസാരിച്ച് അവരൊരു നാക്കുപിഴയിലേക്ക് എത്തിപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അഖിൽ മാരാർ എന്ന വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് ഉള്ള കാലത്ത് എൻ്റെ ഒരു 85% വോട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആളുടെ ആ ഒരു ഹീസ് എ വെരി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഒരു മലയാള അധ്യാപകൻ എന്നതിന് പുറമെ അയാൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ അർത്ഥവത്തമായിട്ട് ചില സാഹചര്യം. അപ്പൊ ഈവൻ ബിഗ് ബോസിന്റെ ഒരു കാര്യം എടുത്താൽ തന്നെ ഒരു ശോഭ വിശ്വനാഥിനായിട്ടുള്ള ഒരു കോംബോ വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു. ഇപ്പൊ ഈയിടായിട്ട് ആള് പറഞ്ഞ ആ ഒരു പ്രസവത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് പ്രസവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. എവിടെയാണ് പ്രസവം എൻജോയ്? പ്രസവിക്കാൻ കാരണമാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കുറെ എൻജോയ്മെന്റ് ഉണ്ട്. അഖിൽ മാരാർ ചിലപ്പോൾ തെറ്റിയിട്ട് പറഞ്ഞതായിരിക്കാം. അതിന്റെ ആ ഒരു എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പ്രസവം എന്നൊരു കാര്യം തന്നെ ഉണ്ടായിത്തീരുന്നത്. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നാക്കുപിഴയിൽ അവിടെ തെറ്റിയോ, അതോ വേറെ എവിടെയെങ്കിലും ആണോ തെറ്റിയത്? എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് ആ ഒരു കാര്യത്തിൽ. ഇപ്പൊ ഞാൻ തന്നെ പറയാം, എൻ്റെ വൈഫിനായിട്ട് പെയിൻ വന്നിട്ട്, പ്രഗ്നൻസി ടൈമിൽ പെയിൻ വന്നിട്ട് ഞാൻ കൊണ്ടുപോകുമ്പോൾ അത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പെയിൻ്റെ ഒരു വേദനയും ബുദ്ധിമുട്ടുകളും എനിക്ക് മനസ്സിലാവും. എന്താണ് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കുകളില്ല, അതിരുകളില്ല. അതിര് കവിഞ്ഞ ഒരുപാട് വാക്കുകളെ കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അമ്മക്ക് ഇത്ര വലിയ പ്രാധാന്യം വന്നു? അവർ പ്രഗ്നൻസി ആയത് മുതൽ 9 മാസവും ഇത്ര ദിവസങ്ങളും ഒരു കണക്കുണ്ട്. ആ ദിവസങ്ങളും ഗർഭം ചുമന്ന് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ പ്രസവിച്ച് അവരെ മുലയൂട്ടി വളർത്തി അവരെ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെ കെയർ ചെയ്യുന്ന ഒരു അമ്മ. ഒരു പൊസിഷനിൽ എത്തിയാലും അമ്മയുടെ പാദങ്ങൾ അവരുടെ ബാക്കിൽ തന്നെയാണ്. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ നോട്ടം, അവരുടെ വേദന, ഇതെല്ലാം കൂടെ ആകുമ്പോഴാണ് ഒരു അമ്മ എന്നതിൻ്റെ ഒരു വലിയൊരു പ്രശസ്തി തന്നെ അവിടെ വരുന്നത്. അഖിൽ മാരാർ അവിടെ അത് മറന്നുപോയിരിക്കുന്നു. എൻജോയ്മെന്റ് ചെയ്ത് പ്രസവിച്ചത് എന്ത് എക്സ്പീരിയൻസ് ആണ് എന്ന് എനിക്കറിയില്ല അഖിൽമാർ. പക്ഷെ അഖിൽമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ചില ആശുപത്രികൾ ഇതിനെ വലിയ ഭീമമായ ഒരു ബിസിനസ് പരമായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഐ മീൻ, ഒരു പ്രഗ്നൻസി ആയി വന്ന കുട്ടിയെ തന്നെ വേറെ അസുഖങ്ങളും അതും വേണ്ടാത്ത കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും അങ്ങനെ കുറെ കൊണ്ടുപോയിട്ട് ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ആ ഒരു ഭാഗത്തോട് ഞാൻ അഖിൽമാരോട് യോജിക്കുന്നു. പക്ഷെ അഖിൽ മാരാർ ഒന്ന് ആലോചിക്കണം. എൻജോയ്മെന്റ് ആയിട്ട് ഇവിടെ ആരും പ്രസവിക്കുന്നില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നില്ല. ഇത് വളരെ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ പ്രശ്നങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പ്രസവം, ഡെലിവറി എന്നൊക്കെ പറയുന്നത്. പിന്നെ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ടത്തെ സ്ത്രീകൾ പ്രസവിച്ച് 2ന്റെ അന്ന് തന്നെ പോയിട്ട് അരി കുത്തുന്നു. അന്നത്തിന് മകയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. അന്ന് അവർ കുത്തിയാലേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യം. അഖിൽ മാരാർ ചില വാക്കുകൾ നാക്ക് പിഴക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ്. എല്ലാം അറിയുന്നവന് ആരുമില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഈ വാക്കിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്.